ആറന്മുള നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കിയുടെ റോഡ് ഷോ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ കോഴഞ്ചേരി പാലം പിന്നിട്ടുകൊണ്ട് റോഡ് ഷോ പുരോഗമിക്കുന്നു. വലിയ തരത്തിലുള്ള സ്വീകരണം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന്, വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നു എന്നതാണ് UDF ക്യാമ്പ് പറയുന്നത്. അതിനെ വലിയ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് റോഡ് ഷോ പുരോഗമിക്കുന്നത്. എന്താണ് ഒരു കോൺഫിഡൻസ്? തീർച്ചയായിട്ടും ഈ റോഡ് ഷോ ഓതറയിൽ നിന്ന് ആരംഭിച്ചത് മുതൽ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് സാധാരണ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് വലിയ ആത്മവിശ്വാസമാണ് UDFന് നൽകുന്നത്. കാരണം കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ വിശ്വാസം അർപ്പിച്ചു എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് ഞങ്ങളുള്ളത്. ഇപ്പോ എല്ലാവരും വലിയ ആകാംക്ഷയോടുകൂടി അബിന്റെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ കാണുന്നു എന്നുള്ളത് ആളുകളുടെ പ്രതികരണം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആറന്മുളയുടെ ഒരു ജനമനസ്സറിയാൻ വളരെ കുറച്ച് സമയം കൊണ്ട് അബിന് കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം വികസനം അറ്റുപോയ 10 കൊല്ലങ്ങളാണ് കടന്നുപോയത്. ആ വികസനത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഈ കേരളത്തെ വീണ്ടെടുക്കാനുള്ള UDFന്റെ പ്രയത്നത്തിനൊപ്പം ഈ കേരളത്തിലെ ജനങ്ങൾ നിൽക്കുമ്പോൾ ആറന്മുളയെ വീണ്ടെടുക്കാൻ ആറന്മുളയിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒപ്പം നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. കേരളത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്ന് ആറന്മുളയാണ്. കാരണം സിറ്റിംഗ് MLA ആയിട്ടുള്ള വീണ ജോർജ് ഇത്തവണയും ജനവിധി തേടുന്നു. BJP അവരുടെ ഒരു മുതിർന്ന നേതാവുള്ള കുമ്മനം രാജശേഖരനെ കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങേയറ്റം ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ UDFന് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. എല്ലാ മത്സരിക്കുന്നവരുടെ അവരെ ബഹുമാനത്തിനൊത്ത് തന്നെ ഞങ്ങൾ കാണുന്നു. ആരോഗ്യപരമായ ഒരു മത്സരമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയം വേണ്ട, ഐക്യ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇതിപ്പോ ഈ പത്തനംതിട്ട ജില്ല തന്നെ എടുത്തു കഴിഞ്ഞാൽ ജില്ലയിലുള്ള 5 നിയോജക മണ്ഡലങ്ങളും കേരളത്തിന് മൊത്തത്തിൽ തന്നെ LDF ക്യാമ്പ് പ്രചരണം ഒരു റൗണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ UDF തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമെന്നൊരു ഭയമുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം UDF വളരെ സുസജ്ജരായിരുന്നു. UDFും കോൺഗ്രസ് പാർട്ടിയും ഒരു വട്ടം തന്നെ ഈ ബൂത്തുകളിൽ വളരെ കൃത്യമായ തിരഞ്ഞെടുപ്പ് വർക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയും ആ കാര്യത്തിലില്ല. സ്ഥാനാർത്ഥിയെ കിട്ടാൻ വേണ്ടിയാണ് ഇവിടുത്തെ UDF നോക്കിയിരുന്നത്. സ്ഥാനാർത്ഥിയെ ലഭിച്ചു. UDF പ്രവർത്തകർ ഉണർന്നു. അതിന്റെ തെളിവാണ് നിങ്ങൾക്ക് കണ്ടാലറിയാം. വലിയ റോഡ് ഷോ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള വലിയ റോഡ് ഷോയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അത് തന്നെ UDF പ്രവർത്തകരുടെ വലിയ ഉണർവിന്റെ പ്രതീകമാണ്. അപ്പോൾ MP പത്തനംതിട്ടയുടെ മനസ്സ് പൂർണ്ണമായിട്ട് അറിയാവുന്ന ഒരാളാണ് ആന്റണി. അപ്പോൾ അവിടെ അബിൻ വന്ന് ആറന്മുളയിൽ ജനവിധി തേടുമ്പോൾ ആറന്മുളയ്ക്കൊപ്പം അല്ലെങ്കിൽ അബിൻ വർക്കിക്കൊപ്പം ആറന്മുള നിൽക്കുവോ? 100%. ഇത് അതിന്റെ ഒരു ബഹിർസ്ഫുരണമാണ്. ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. 10 വർഷമായി കേരളത്തെ ഭരിച്ച് മുടിച്ച അഴിമതി ഭരണം കേരളത്തിൽ നിന്ന് പുറത്തു പോകണമെന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ നിശ്ചയമാണ്. അതുകൊണ്ട് ആറന്മുള മണ്ഡലം എന്ന് പറയുന്നത് എന്നും ജനാധിപത്യത്തെ മുറുകെ പിടിച്ചിട്ടുള്ളൊരു മണ്ഡലമാണ്. കഴിഞ്ഞ 2 തവണ കാൽ വഴുതി. അതിനുള്ളൊരു പരിഹാരം, അതിനുള്ളൊരു പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ജനങ്ങളെയാണ് കാണുന്നത്. യാതൊരു പറഞ്ഞായിരിക്കും ഇവിടെ UDFന്റെ പ്രചരണം. കാരണം പ്രത്യേകിച്ച് വിവിധ വിഷയങ്ങളുണ്ട്. വികസന കാര്യങ്ങൾ അവിടെ പറയുമ്പോൾ അവർക്കെതിരെ എന്തൊക്കെ വിഷയങ്ങളായിരിക്കും പ്രചനായുധമാക്കുക? അല്ല, നാടിന്റെ സമസ്ത മേഖലകളും തകർത്ത ഒരു ഗവൺമെന്റ് ആണല്ലോ ഈ സംസ്ഥാനം ഭരിക്കുന്നത്. ഇവിടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ, ഇവിടെ യുവതലമുറ മുഴുവൻ നാട് വിട്ടു പോവുകയാണ്. സ്കൂളുകളും കോളേജുകളും മുഴുവൻ മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിലാണ്. ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത വിധം മാഫിയ സംഘങ്ങൾ, ക്രിമിനൽ സംഘങ്ങൾ, അവരെല്ലാം ഇന്ന് ഈ നാടിന്റെ പൊതുജീവിതത്തെ കൈയടക്കിയിരിക്കുകയാണ്. അപ്പൊ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കണം, അവർക്ക് സമാധാനത്തോടെ കഴിയണം, അവരുടെ തലമുറകൾക്ക്. അപ്പോ അഭിനയ ആറന്മുള ഹൃദയത്തിലേറ്റി നിന്ന് കാഴ്ച കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലേ? അല്ല, തീർച്ചയായിട്ടും. ഇപ്പോ MP പറഞ്ഞില്ലേ, MPക്ക് 15 കൊല്ലമായി MP ഇവിടെ ജയിച്ചു വരികയാണ്. MPക്ക് ഇവിടുത്തെ യഥാർത്ഥ പൾസ് അറിയാവുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം നൽകിയ ആ ഒരു ക്രെഡിറ്റിനപ്പുറമായിട്ടൊന്നുമില്ല. ഈ ആറന്മുളയിൽ അപ്പോ എല്ലാവിധ ജനങ്ങളെ യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞ വ്യക്തിയാണ്. 14,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിപ്പിച്ചത്. അപ്പോ MPക്ക് ആ പൾസ് കൃത്യമായി തിരിച്ചറിയാം. ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ആറന്മുളയിലെ ജനങ്ങളിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എല്ലാവിധ ആശംസകളും. അത് മാത്രമല്ല, അബിൻ വർക്കി വളരെ വിനയമുള്ള നല്ലൊരു ചെറുപ്പക്കാരനാണ്. ആറന്മുള അഹങ്കാരവും ധിക്കാരവും ഒരു പരിധി വിട്ട് പ്രോത്സാഹിപ്പിക്കില്ല. അതുകൊണ്ട് വിനയത്തിനും വിവേകത്തിനുമാണ് ഇത്തവണത്തെ വോട്ട്. എന്തായാലും അബിൻ വർക്കിയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. വലിയ തരത്തിലുള്ള സ്വീകരണം ഏറ്റുവാങ്ങിയാണ് റോഡ് ഷോ ഓരോ സ്ഥലത്തൂടെയും കടന്നു പോകുന്നത്. ഇത്തവണ ആറന്മുള നിയോജക മണ്ഡലം UDF തിരിച്ചു പിടിക്കുമെന്നുള്ള ആത്മവിശ്വാസവും അബിൻ വർക്കിയും ആന്റണിയും പങ്കുവെക്കുന്നുണ്ട്.
സന്തോഷ് ചേകവർക്കൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.